കൂട്ടായ്മയുടെ സ്നേഹക്കൂട്. രചന ബ്രദർ സിസിൽ സേവ്യർ. കണ്ണൂർ രൂപതയിലെ മേജർ സെമിനാരി ബ്രദേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദിനങ്ങളാണ് വില്ല ഹോളിഡേയ്സ്. വില്ലയെപ്പറ്റി വാതോരച്ച് സംസാരിക്കുമ്പോൾ മറ്റു രൂപതകളിലെ ബ്രദേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് വില്ല എന്ന്. ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നീണ്ട ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഊളിയിടേണ്ടിയിരിക്കുന്നു. സാഹോദര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഉറവ വറ്റാതെയും ഇടമുറിയാതെയും ഇന്നും കോഴിക്കോട്, കണ്ണൂർ രൂപതകളിലെ വൈദികരെ ചേർത്ത് നിർത്തുന്നതിൽ പകരം വയ്ക്കാനാവാത്ത ഒരു സ്ഥാനമുണ്ട് വില്ലയ്ക്ക്. വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് മെത്രാനായിരുന്ന പത്രോണി പിതാവ് തുടക്കം കുറിച്ച വില്ല ഇപ്പോഴും അണയാത്ത ദീപശിഖയായി പലരിലൂടെയും കൈമാറി വന്ന ഓർമ്മകളുടെ, അനുഭവങ്ങളുടെ, പതിറ്റാണ്ടുകളുടെ കഥ പറഞ്ഞ് തുടരുന്നുണ്ട്. കണ്ണൂർ രൂപതയുടെ വില്ല നടന്നത് ചെമ്പേരിയിലെ പുതുക്കാട് എസ്റ്റേറ്റിൽ വെച്ചായിരുന്നു. നീണ്ട ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തൻ്റെ അടുത്തേക്ക് അതിഥികൾ എത്തിയ മഹത്തായ ദിനത്തിൻ്റെ സന്തോഷത്തിലായിരുന്നു വില്ല ഹൗസും വില്ല മാസ്റ്ററായ രാജു ക്രിസ്തുദാസ് അച്ഛനും. വളരെ സന്തോഷത്തോടെ അച്ഛൻ ഞങ്ങളെ സ്വീകരിച്ചു. 10 ദിവസം നീണ്ട വില്ല മെയ് മാസം 20 മുതൽ ആരംഭിച്ചു. പ്രാർത്ഥനയോടെയും ധ്യാനത്തോടെയും ദിവ്യബലിയോടുകൂടെ ആരംഭിക്കുന്ന ഓരോ ദിവസവും ആഘോഷത്തിൻ്റെയും കളിച്ചിരികളുടെയും പങ്കുവെക്കലിൻ്റെയും നിറപ്പകുട്ടോടെയാണ് അവസാനിക്കുന്നത്. വില്ലയിലെ പ്രധാന കലാപരിപാടികൾ ആരംഭിക്കുന്നത് പ്രഭാത ഭക്ഷണത്തിന് ശേഷമാണ്. ചായ കുടിച്ച് കപ്പ് കഴുകി വരുമ്പോഴേക്കും നാലാമനായി ഇറങ്ങുമെന്ന് പറഞ്ഞയാൾ ഓപ്പണിങ്ങിന് ബാറ്റ്സ്മാനെ പോലെ ബാറ്റും പിടിച്ച് നിൽപ്പുണ്ടാകും. പിന്നീട് വാശിയേറിയ കളിയാണ്. ക്രിക്കറ്റിൽ മാത്രം ഒതുങ്ങാതെ ഫുട്ബോളും ബാഡ്മിൻ്റൺ, ക്യാരംസും തുടങ്ങി നീണ്ട നിര തന്നെയുണ്ട്. വില്ല കൂടുതൽ ആകർഷണീയമാക്കുന്നത് വില്ല ഹൗസിലേക്ക് കടന്നു വരുന്ന വൈദികരാണ്. വില്ലയുടെ അനുഭവങ്ങൾ ആവോളം ആസ്വദിച്ചവർ, ഓർമ്മകൾ പങ്കുവെക്കാനായി കടന്നു വരുന്നവർ, ഓർമ്മകളുടെ ഭാണ്ഡക്കെട്ടുകൾക്കൊപ്പം മധുരപലഹാരങ്ങളും കൂടെ കരുതുന്നവർ, ഓർമ്മകളുടെ പങ്കുവെക്കലിനിടയിൽ അവർ അറിയാതെ മൂളുന്ന ഈരടികൾ, ഒരുപക്ഷെ ഒരു വട്ടം കൂടിയ ഓർമ്മകൾ നെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്നായിരിക്കും. ആ മോഹത്തിൻ്റെ മൂർധന്യത്തിൽ തന്നെയാവണം വീണ്ടും അവർ കുഞ്ഞനുജന്മാരായ ഞങ്ങളെ കാണുവാനായി രൂപത വൈദികർ വരുന്നത്. രൂപതയിലെ മുതിർന്ന വൈദികർ മുതൽ കൊച്ചച്ഛന്മാർ വരെ മറ്റുള്ളവരുമായി പരിചയപ്പെടാനും സൗഹൃദം പുതുക്കാനും ഈ വില്ലയിലൂടെ ഞങ്ങളെ സഹായിക്കുന്നു. വില്ലയുടെ ഏറ്റവും ആനന്ദകരമായ ദിനം അഭിമന്യ അലക്സ് പിതാവ് വില്ല ഹൗസിലേക്ക് കടന്നു വന്ന ദിവസമായിരുന്നു. പിതാവ് എല്ലാവരെയും വ്യക്തിപരമായി കാണുകയും ഞങ്ങളോടൊപ്പം സമയം ക്യാരംസ് കളിക്കുകയും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഒപ്പം ഞങ്ങൾക്കെല്ലാവർക്കും പിതാവ് സമ്മാനങ്ങളും നൽകി. വില്ലയുടെ അവസാന ദിവസത്തെ അത്താഴം ബ്രദേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് പാകം ചെയ്യാം എന്ന തീരുമാനം വളരെ വ്യത്യസ്തമായ ഒന്നായിരുന്നു. എല്ലാവരും വളരെ ആവേശത്തോടെ ഭക്ഷണം പാകം ചെയ്തു. ഒരുമിച്ചുള്ള ഭക്ഷണം പാകം ചെയ്യൽ കൂട്ടായ്മയുടെയും ഒരുമയുടെയും ഊട്ടിയുറപ്പിക്കൽ കൂടിയായിരുന്നു. വില്ലയുടെ അവസാന ദിനമായ മെയ് 30 പ്രഭാതത്തിൽ ചായ കുടിക്കാനായിരിക്കുമ്പോൾ സമ്മിശ്ര വികാരമായിരുന്നു എല്ലാവരിലും. 10 ദിവസങ്ങളുടെ ഓർമ്മകളും ആനന്ദവും, വില്ല ഹോളിഡേയ്സ് അവസാനിക്കുന്നതിൻ്റെ സങ്കടവും, വില്ല മാസ്റ്ററോടും വില്ല ഹൗസിനോടും യാത്ര പറഞ്ഞ് യാത്രയാകുമ്പോൾ തന്നെ അടുത്ത വർഷത്തേക്കുള്ള വില്ല ഹോളിഡേയ്സിനെ പറ്റിയുള്ള വർത്തമാനവും പദ്ധതികളും ഞങ്ങൾ ആരംഭിച്ചിരുന്നു. ഈ വർഷത്തെ വില്ല ഹോളിഡേയ്സ് വളരെ മനോഹരമാക്കി തീർക്കാൻ സഹായിച്ച അഭിമന്യ പിതാവിനും വില്ല മാസ്റ്ററായ രാജുവച്ചനും വില്ലയിൽ പങ്കെടുക്കുകയും ഓർമ്മകൾ പങ്കുവെക്കുകയും ചെയ്ത അച്ഛന്മാർക്കും ഞങ്ങളെ സഹായിച്ച എല്ലാ അച്ഛന്മാർക്കും സ്നേഹത്തോടെ നന്ദി പറയാതിരിക്കുവാൻ ആവില്ല.